ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലത്തെ കുഞ്ഞു സ്റ്റൂളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റൂളൊക്കെ വാങ്ങിച്ച് അത് കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് ശരിക്കും അത് നാശമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളതൊരു ഭാഗത്ത് വെറുതെ കൊണ്ടിടുന്നതിനേക്കാളും അതുകൊണ്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. അതുപോലെ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്ത് പഴകിയിട്ടുള്ള ടീഷർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അതിനെ സ്റ്റൂള് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ആ ടീഷർട്ടൊന്ന് ശരിക്കും വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ഈ സ്റ്റൂളിന് അതുപോലെ ഒന്ന് തിരിച്ച് വെച്ചതിന് ശേഷം ആ ഒരു ഉള്ളിൽ നിന്ന് നല്ലോണം വലിച്ചിട്ട് ആ ഒരു തുണി ഫുള്ളായി തന്നെ ആ ബനിയൻ ഫുള്ളായി തന്നെ നമ്മളൊന്ന് വലിച്ച് കറക്റ്റാക്കി കഴിഞ്ഞാൽ ഈ സ്റ്റൂള് ശരിക്കും ഫുള്ളായിട്ട് ഈ ഒരു ബനിയൻ ക്ലോത്ത് കൊണ്ട് നമുക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ മക്കളുടെയൊക്കെ വല്ല ഇന്നേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ വല്ല ചെറിയ ചെറിയ ഡ്രസ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ മടക്കിയിട്ട് നമുക്ക് ഇതിനകത്ത് മടക്കി വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലിപ്പോൾ അലക്കാനുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമ്മളൊരു ബാസ്ക്കറ്റൊക്കെ നമ്മൾ വാങ്ങാറുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ ഇതുപോലെ പഴയ സ്റ്റൂൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിലാക്കിയതിന് ശേഷം നമ്മുടെ അലക്കാനുള്ള ഡ്രസ്സൊക്കെ നമ്മൾ ഇതിനകത്ത് നമുക്ക് ഇട്ട് വെക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അലക്കാനുള്ള ഡ്രസ്സുകളാണ് ഇപ്പോൾ ഇതിനകത്ത് ഇടുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഡ്രസ്സുകളെല്ലാം തന്നെ ഇതിനകത്ത് ഇട്ടതിന് ശേഷം നമുക്ക് ഈ ആ ബനിയൻ ക്ലോത്ത് ഫുള്ളായിട്ടും ആ ഉള്ളിൽ നിന്ന് വലിച്ച് ഇതാക്കി കഴിഞ്ഞാൽ ഇത് ഫുള്ളായി തന്നെ കവർ ചെയ്തിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പഴയ സ്റ്റൂളൊക്കെ ഉണ്ട്, യൂസ് ചെയ്യാത്ത സ്റ്റൂളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മാത്രം മതിയാവും കേട്ടോ. കണ്ടോ, ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ളത് നമുക്ക് കാണുകയില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഴയ സ്റ്റൂളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ഡ്രസ്സുകൾ മടക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കും അതിനകത്ത് പൊടിയൊന്നും തന്നെ പിടിക്കുകയില്ല. കാരണം ഈ ഒരു തുണി നമ്മൾ മുകളിൽ ഈ ഒരു ബനിയൻ ക്ലോത്ത് മടക്കി വെക്കുന്നത് കൊണ്ട് നമുക്ക് അതിനകത്ത് പൊടിയൊന്നും പിടിക്കുകയില്ല. ആവശ്യമുള്ളതിനനുസരിച്ച് എടുത്തതിന് ശേഷം നമുക്ക് അതുപോലെ തന്നെ കവർ ചെയ്യാനും സാധിക്കും കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീഫൊക്കെ വേവിക്കുന്ന സമയത്ത് ബീഫിനൊക്കെ നമ്മൾ ശരിക്കും കുക്കറിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു 8-10 വിസിലൊക്കെ നമുക്ക് വരണം. എന്നാൽ മാത്രമേ ബീഫ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫാണെന്നുണ്ടെങ്കിൽ അതുപോലെ മട്ടൺ ആണെന്നുണ്ടെങ്കിലും കുറച്ച് നല്ല രീതിക്ക് അതിന് വേവ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് നല്ല പെട്ടെന്ന് വേകാനായിട്ടും അതുപോലെ ഈ ഒരു ബീഫാണെന്നുണ്ടെങ്കിലും മട്ടൺ ആണെന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റായി കിട്ടാനായിട്ട് നമ്മൾ വേവിക്കാൻ വെക്കുന്നതിൽ നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ബീഫൊക്കെ വേവിക്കുന്ന സമയത്ത് നമ്മൾ നല്ലോണം പോലെ തന്നെ ബീഫ് കഴുകിയിട്ട് നമ്മൾ ആ ഒരു അരിപ്പയിലോട്ടിട്ട് അതിൽ വെള്ളം ഫുള്ളായി കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ വേവിക്കാനായിട്ട് ഇടുക കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതിലൊരല്പം പോലും വെള്ളം ഒഴിക്കുന്നില്ല. ഇത് വെന്ത് വരുമ്പോൾ അത് നിന്ന് തന്നെ വെള്ളം ഊറി വന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകിയതും അതോടുകൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ വെള്ളം കിട്ടും. അപ്പോൾ അതിനാണ് നമ്മൾ അരിപ്പയിലോട്ടിട്ട് നല്ല രീതിയിലൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിക്കുന്നത്. പിന്നെ നമ്മൾ വിനാഗിരി ഒഴിക്കുമ്പോൾ ബീഫ് നമ്മളൊരു 10 വിസിൽ വരേണ്ടത് ഒരു 5 വിസിൽ വന്നാൽ മതിയാവും കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടാനും ഹെൽപ്പാക്കും. അതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ബീഫ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ബീഫും മട്ടനൊക്കെ വാങ്ങുമ്പോൾ ഈ ഒരു രീതിയിൽ വിനാഗിരി ഒഴിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റോബസ്റ്റ പഴമൊക്കെ എടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിന് നമ്മളിപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് റോബസ്റ്റ പഴം നമ്മൾ എടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമ്മളിങ്ങനെ വെക്കുമ്പോൾ റോബസ്റ്റ പഴം പെട്ടെന്ന് പഴുത്തു പോവും. നോർമലി മറ്റുള്ള പഴങ്ങളിൽ വെച്ചിട്ട് പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് പഴുത്ത് പോവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ നമ്മൾ കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ കവറ് അതിൻ്റെ ആ ഒരു തണ്ടിൻ്റെ ഭാഗത്ത് കവർ ഇട്ടിട്ട് നമ്മളൊന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലിങ് ഫിലിം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു തണ്ടിൻ്റെ ഭാഗത്ത് നമ്മൾ നന്നായി ഒന്ന് കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പഴുത്ത് ചീഞ്ഞു പോവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത് ഒരു തണ്ടുള്ള ഭാഗത്ത് നമ്മൾ ആ തണ്ടിനെയാണ് ശരിക്കും കവർ ചെയ്യുന്നത്. തണ്ടില്ലാത്ത പഴം ഇതിലൊരെണ്ണമുണ്ട്, അത് നമ്മൾ ആ ഒരു തണ്ടിൻ്റെ പോർഷൻ ഉള്ള ഫുള്ളായിട്ട് നമ്മളൊന്ന് കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പഴുത്ത് ചീഞ്ഞു പോവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്ത് തന്നെ വെച്ചാലും നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കാതെ പുറത്ത് തന്നെ വെച്ചാലും പെട്ടെന്ന് പഴുക്കില്ല. അപ്പോൾ അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അതുപോലെ എൻ്റെ ചാനലിൽ കുറേ നല്ല റെസിപ്പീസും നല്ല കേക്ക് റെസിപ്പീസും വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന നല്ല ടിപ്സ് ആൻഡ് ട്രിക്സും
ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടു നോക്കുക. യൂസ്ഫുൾ ആകണമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പഴം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഏത് പഴമാണെങ്കിലും, നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ ഏത് പഴമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു രീതിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം ഒരുമിച്ച് പഴുത്ത് ചീഞ്ഞ് പോവില്ല കേട്ടോ. അപ്പോൾ നമ്മളതുപോലെ ക്ലിങ് ഫിലിമൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്കത് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളത് എടുത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇതുപോലെ വല്ല സ്റ്റിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അറ്റത്ത് ഒട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത തവണ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു പോർഷൻ എവിടെയാണ് അറ്റം എന്നുള്ളത് നമ്മൾ തിരയേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ടിപ്പ്, നമ്മളിതുപോലെ ചെറിയുള്ളി സവോളയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു കവർ കിട്ടാറുണ്ട്. ആ കവർ നമുക്ക് പെട്ടെന്ന് അഴിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ഈ ഒരു തുമ്പ് ഭാഗം ഇങ്ങനെ കാണുന്ന പോർഷൻ നല്ല പോലെ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചിറ്റിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കെട്ടുണ്ടല്ലോ, ആ കെട്ട് നമുക്ക് പെട്ടെന്ന് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കവർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് വെറുതെ വേസ്റ്റാക്കി കളയണം. ഈ ഒരു കവർ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറേ നല്ല കിച്ചണിൽ നമുക്ക് യൂസ് ആക്കാനൊക്കെ സാധിക്കും. ഇതുപോലെ കുറേ കവറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രം കഴുകുന്ന സ്ക്രബ്ബർ വരെ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനിത് ഈ ഒരു കവർ ആ ഒരു രീതിയിൽ കാണിച്ചതുപോലെ ഞാനിത് ഇങ്ങനെ ഒന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. അഴിച്ചെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഈ കവറിൽ ചെയ്യാൻ പോകുന്നത്, ഇതിനകത്ത് ഞാൻ കോഴിമുട്ടയാണ് കേട്ടോ ആക്കി വെക്കുന്നത്. നമ്മൾ ഫ്രിഡ്ജിനകത്താണ് നമ്മൾ സാധാരണ മുട്ടയൊക്കെ സ്റ്റോർ ചെയ്യുക. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നവരാണ്, കേക്ക് ബേക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മുട്ട എപ്പോഴും ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കാതെ പുറത്ത് വെക്കുമ്പോൾ ഈ ഒരു രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ട വെക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ കവറിനകത്ത് 4 കോഴിമുട്ടയാണ് കേട്ടോ ആക്കി വെക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനങ്ങനെ എടുത്തിട്ട് നമ്മളൊരു ബോക്സിനകത്ത്, ഇതുപോലെ നമ്മൾ പാർസലൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സിനകത്താണ് കേട്ടോ വെക്കുന്നത്. വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലത്തെ ആ ഒരു പോർഷൻ നമ്മൾ ഇതുപോലൊന്ന് ഈ ഒരു കവറ്, ഈ ഒരു ബോക്സ് ഫുള്ളായിട്ട് ഇതുപോലൊന്ന് കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് വെക്കാനും ആ ഒരു മുട്ട എത്ര വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ മുട്ട മാത്രമല്ല വേറെ എന്താണെങ്കിലും നമുക്കിതുപോലെ ഇപ്പോൾ ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരു കാണാനും മൊത്തത്തിലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു മുട്ട പൊട്ടിയതുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മുട്ട വാങ്ങിക്കുമ്പോൾ തന്നെ ഒരെണ്ണം പൊട്ടിയതാണ്. അപ്പോൾ നമ്മളിതിന് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതുപോലൊരു കുഞ്ഞു ബോക്സിനകത്ത് മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുട്ട ഫ്രഷായി തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുത്താൽ മതിയാവും. ഇപ്പോൾ ഈ ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുമ്പോഴേക്കും അതിനകത്ത് ഈ മുട്ടയുടെ തോടൊരല്പം അതിനകത്ത് വീണ് പോയിട്ട് അപ്പോൾ നമുക്കത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്പൂൺ കൊണ്ടാണെങ്കിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ കൈ നനച്ചതിന് ശേഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു മുട്ടയുടെ തോട് നമുക്ക് അതിനകത്ത് നിന്ന് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കത് ഫ്രഷായി തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി ഞാൻ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സവോള നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ചൂടുള്ളതാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ചൂടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ച് ഐസ് ക്യൂബ് നമ്മൾ അതിനകത്തിട്ടിട്ട് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിനും വലിയ പ്രശ്നം വരില്ല, നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാനും സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ അടുത്തത് ഞാനിത് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ, വെളിച്ചെണ്ണയല്ല, ഓയിൽ. അതിലേക്ക് ഒരു 2 പട്ട, 2 ഏലക്കായി, അതുപോലെ 4 ഗ്രാമ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ അളവിൽ കുരുമുളക്, നല്ലോണം കഴുകിയെടുത്ത കുരുമുളകും കൂടി ഇട്ടതിന് ശേഷം ഒരു ചെറിയ 2 സവോള ഞാൻ അതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞിട്ട് ഞാൻ അതിലേക്കിട്ട് അത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 4 പച്ചമുളകും കൂടെ കട്ടിയൊന്നും ചെയ്യാതെ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴറ്റി ഒന്ന് കളർ ചേഞ്ചായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ കറുത്ത നാരങ്ങ, നമുക്ക് മാർക്കറ്റിലെല്ലാം തന്നെ അവൈലബിൾ ആണ്. കറുത്ത നാരങ്ങയും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഞാനിവിടെ ബേക്കേഴ്സിൻ്റെ മന്തി മസാലയിൽ നിന്ന് 1 ടേബിൾ സ്പൂണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്ലെയിൻ മന്തി റൈസാണ് കേട്ടോ. നമുക്ക് ഈ ഒരു മന്തി മസാല ഇപ്പോൾ ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് കളറായിട്ടുള്ള മന്തി റൈസ് നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളറ് മഞ്ഞ കളറായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു
ഒരു 3 കപ്പ് ബസ്മതി റൈസ്, അതായത് മന്തി റൈസായിട്ട് തന്നെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അത് ഞാൻ 1 മണിക്കൂറോളം കഴുകി വെള്ളത്തിൽ കുതിർത്ത് അരിപ്പയിലോട്ടിട്ട് അരിച്ചെടുത്തതാണ് കേട്ടോ. അരിച്ചെടുത്തത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇപ്പോൾ നമ്മൾ 3 കപ്പാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന അരി കറക്റ്റായിട്ട് അളന്നിട്ട് ആ പാത്രത്തിൻ്റെ 1.5 പാത്രം വെള്ളം നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ആ ചൂടോടുകൂടി തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് നന്നായി ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ വെക്കണം. നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മന്തി മസാലയുടെ ആ ഒരു പാക്ക് ഉണ്ടല്ലോ, ഞാനത് വേറൊരു ടിന്നിലേക്ക് മാറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് മടക്കി കൊടുക്കാം. അതിനകത്തുള്ള ആ ഒരു കവറുണ്ടല്ലോ, സിൽവർ കവർ, നമ്മളിത് അതിനകത്തേക്ക് നല്ലോണം ഒന്ന് ചുരുട്ടി വെച്ചതിന് ശേഷം ഇത് 2 പോർഷനും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചേർത്തി വെച്ച് കഴിഞ്ഞാൽ അത് സിപ്പ് ലോക്ക് കവർ പോലെ തന്നെ ആവും. അതിനകത്ത് നിന്ന് പൊടിയൊന്നും പുറത്തേക്ക് വരില്ല. നമ്മളിത് മാക്സിമം സൂക്ഷിക്കുന്നത് ഫ്രീസറിനകത്ത് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞാലും ആ ഒരു പൊടിയിൽ പ്രാണിയൊന്നും കയറില്ല, നല്ല ഫ്രഷായി തന്നെ ഇരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ നമ്മുടെ മന്തി റൈസ് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് മൂടി വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂറോളം ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ആക്കി വെക്കുക കേട്ടോ. അരമണിക്കൂർ വരെ നമ്മൾ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പോഴേക്കും നല്ല പോലെ തന്നെ ഇത് കണ്ടോ, ആ വെള്ളം എല്ലാം പറ്റി നമ്മളിത് ദമ്മിലിടുക അങ്ങനെയൊന്നും ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മന്തി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു മന്തി റൈസ് നമുക്ക് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റുമാണ്. കണ്ടില്ലേ, നല്ല അടിപൊളിയായി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വൈറ്റ് കളറിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മന്തി മസാല വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നല്ലൊരു അതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് കിട്ടുകയും ചെയ്യും. റൈസ് നല്ല വൈറ്റ് കളറായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്യാം. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഇവിടെ 2 ഡിസ്പോസിബിൾ ഗ്ലാസ്, പേപ്പർ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ 2 പേപ്പർ ഗ്ലാസ് യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സന്ധ്യാസമയമാകുമ്പോൾ ഇഷ്ടംപോലെ കൊതുക് വരാറുണ്ട്. സന്ധ്യാസമയത്ത് മാത്രമല്ല, രാവിലെ നേരത്തെയൊക്കെ നമ്മൾ വീട്ടിൽ ജനലും വാതിലൊക്കെ തുറന്നിടുമ്പോൾ നല്ല പോലെ തന്നെ കൊതുക് വരാറുണ്ട്. അപ്പോൾ കൊതുക് ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് നാച്ചുറലായിട്ടുള്ളത്, ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സീമക്കൊന്നയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് അല്ലാതെ പുകയ്ക്കുകയെ അല്ലാണ്ട് അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല കേട്ടോ. പുകയ്ക്കൊന്നും വേണ്ട. അല്ലാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു സ്മെല്ല് കാരണം കൊതുക് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വരില്ല. നമ്മൾ വാതിലൊക്കെ തുറന്ന് വെക്കുന്ന, ജനലൊക്കെ തുറന്ന് വെക്കുന്ന ഭാഗത്ത് ഇതുപോലെ ഇങ്ങനത്തെ പേപ്പർ ഗ്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പേപ്പർ ഗ്ലാസ്സിൽ നമ്മൾ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മണം കാരണം ആ പരിസരത്ത് കൊതുക് വരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഞാനിപ്പോൾ 2 ഗ്ലാസ്സിലാണ് ആക്കിയതിന് ശേഷം ഒരു ഇടികല്ല് യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ശരിക്കും ഒന്ന് നന്നായി ഒന്ന് കുത്തി കൊടുക്കുമ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു സ്മെല്ല്, നോർമലി ഈ ഇലയ്ക്ക് ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ചതച്ച് കൊടുക്കുമ്പോഴേക്കും അതിനൊരു വല്ലാത്തൊരു മണം വരും. അപ്പോൾ ഈ ഒരു മണം മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയൊക്കെയാണോ നമ്മുടെ വീടുകളിൽ കൊതുവിൻ്റെ ശല്യം ഉള്ളത്, അപ്പോൾ ഇതുപോലത്തെ ഗ്ലാസ്സൊക്കെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ വന്നിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് ബാക്കി ബാലൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ജനലൊക്കെ തുറന്നു വെച്ചിരിക്കുന്ന അവിടെ ആണെങ്കിലും അതുപോലെ കൊതുക് വരുന്ന സമയത്ത് വാതിലിൻ്റെ അവിടെയൊക്കെ നമ്മൾ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു പരിധി വരെ നമുക്ക് കൊതുവിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പം എല്ലാം നമ്മൾ വല്ല മാറ്റും അതുപോലെ പോയ്ക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അലർജി ഉള്ളവർക്കാണെങ്കിലും ഒക്കെ നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവിടെ ആണെങ്കിൽ അതൊക്കെ അതൊരു ബുദ്ധിമുട്ടായി തീരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇതുപോലെ നാച്ചുറലായിട്ടുള്ള നമ്മൾ സീമക്കൊന്നയുടെ ഇല എല്ലാ വീടുകളിലും, മിക്ക വീടുകളിലും അതുപോലെ വേലിയോരത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന്ന് ഇതുപോലെ 2 തണ്ട് വലിച്ചിട്ട് നമ്മൾ വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് കൊതുവിൻ്റെ ശല്യം നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത്. നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.